ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. വേറൊന്നുമല്ല, ഇടയ്ക്ക് കുറച്ച് ബിസി ആയിരുന്നു. ഇനിയിപ്പോൾ ടൈം കിട്ടുന്നതനുസരിച്ച് നമുക്ക് പുതിയ ബോർഡുകൾ റിവ്യൂ ചെയ്യാം, പുതിയ സർക്യൂട്ടൊക്കെ പരിചയപ്പെടാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് VA ODS എന്ന ബ്രാൻഡിൻ്റെ 2 പ്രോഡക്റ്റുകളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ആക്കി ഇടുക. ഈ 2 ബോർഡിലും യൂസ് ചെയ്തിരിക്കുന്നത് TDA 2003 എന്ന IC ആണ്. അതൊരു കാർ ഓഡിയോ IC ആണ്. അതുകൂടാതെ TV-യിലും മറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സെയിം IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നൊരു IC ആണ്. ഇതൊരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ്. ഇവിടെ നിങ്ങൾക്ക് 4 IC കാണാം. ഓക്കെ, ഇപ്പോൾ 4 ICയിൽ 2 എണ്ണം വെച്ച് ബ്രിഡ്ജ് ചെയ്തിട്ട് 2 ചാനൽ ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ട് DC സിംഗിൾ സപ്ലൈയിലാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 12 വോൾട്ട് പ്ലസ്, നെഗറ്റീവ്, അതുപോലെ ഓഡിയോ ഇൻപുട്ട്, 2 ചാനലിൻ്റെ ഓഡിയോ ഇൻപുട്ട്, 2 ചാനലിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്. ഓക്കെ, ഇത്രയും കണക്ഷൻസ് ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ പവർ ഇൻഡിക്കേഷൻ ഒരു LED കൊടുത്തിട്ടുണ്ട്. PCBയുടെ ബാക്കിൽ നോക്കിയാൽ കുറച്ച് SMD കമ്പോണൻസ് ഒക്കെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കമ്പോണൻസ് ഒക്കെ ഹൈഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. $40+40 വാട്ട്സ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡേറ്റ ഷീറ്റ് പ്രകാരം ഒരു ICയുടെ ഔട്ട്പുട്ട് 10 വാട്ടേ വരുന്നുള്ളൂ. അപ്പം എന്തായാലും ഒരു ചാനലിൽ 20 വാട്ട് അല്ലെങ്കിൽ 20 വാട്ടിൽ താഴെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബോർഡിൻ്റെ ഡയമെൻഷൻ നോക്കിയാൽ ഏകദേശം 13 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 3 സെൻറ്റിമീറ്ററോളാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതായത് ചെറിയ ബോർഡാണ്. ഓക്കെ, ചെറിയ കാർ സ്റ്റീരിയോ ക്യാബിനറ്റിലൊക്കെ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. ഓക്കെ, ട്വൽവ് വോൾട്ട് DC സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നൊരു സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡാണ് ഇത്. സബ്വൂഫർ ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം ഇതിലൊരു ലോ പാസ് ഫിൽറ്റർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 4558 IC ആണ് ലോ പാസ് ഫിൽറ്ററിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി 2003 എന്ന IC തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 20 വാട്ട് അല്ലെങ്കിൽ അതിന് താഴെ ആ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി കണക്ഷൻസ് നോക്കിയാൽ ഇവിടെയായിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ പ്ലസ് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് 12 വോൾട്ട് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കേണ്ടത്. സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് ഈ ഭാഗത്ത് നിന്നാണ് കണക്ഷൻ വരുന്നത്. ഇത് ഓഡിയോ ഇൻപുട്ട്. ഓക്കെ, അതിവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പൊട്ടൻഷ്യോമീറ്ററും അവരിതിൽ കൊടുത്തിട്ടുണ്ട്. പവർ ഇൻഡിക്കേഷൻ ഒരു LEDയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡിലും നേരത്തെ പറഞ്ഞ പോലെ SMD കമ്പോണൻസ് കുറച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസ് ആണെങ്കിലും PCBക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് 2 ബോർഡിലും. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ 2 ബോർഡും നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. ഇതിലേക്കുള്ള കണക്ഷൻസൊക്കെ കൊടുത്ത് സോങ് പ്ലേ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പം ഈ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയത് നിങ്ങൾക്ക് 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ ലോ കോസ്റ്റിൽ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ കാർ സ്റ്റീരിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്വൂഫർ ചാനലിന് വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു ബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. LA4440 ICയെക്കാളുമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് സബ്വൂഫറിന് വേണ്ടി യൂസ് ചെയ്യുമ്പം. പിന്നെ ഇതിൽ ഇൻബിൾട്ടായിട്ട് ലോ പാസ് ഫിൽറ്റർ വരുന്നതുകൊണ്ട് എക്സ്റ്റാൻഡായിട്ട് വേറെ ബോർഡും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് വെച്ച് നോക്കുമ്പം നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഒരു 8 ഇഞ്ച് വരെയൊക്കെയുള്ള സബ്വൂഫർ, അതായത് മിക്കതും ഒരു 80 വാട്ട് അല്ലെങ്കിൽ 100 വാട്ട് ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സബ്വൂഫർ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഒരു മോസ്ഫെറ്റ് വെക്കുന്ന, ട്രാൻസിസ്റ്റർ വെക്കുന്ന അങ്ങനത്തെ ഒരു ഔട്ട്പുട്ടേ പ്രതീക്ഷിക്കരുത്. എന്നാൽ ഈ ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ ഉള്ള മറ്റ് ബോർഡിനേക്കാളും അത്യാവശ്യം നല്ല റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടും.
പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോ ഫ്രീക്വൻസി മാത്രമല്ല, കുറച്ചൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ സിംഗിൾ സപ്ലൈയിലുള്ള ഏത് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് പോലെ കുറച്ച് വോക്കൽ ഇതിലും വരുന്നുണ്ട്. അതായത് കുറച്ച് പാട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കേൾക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 400 രൂപയിൽ താഴെയാണ്, ഹീറ്റ് സിങ്ക് ഇല്ലാതെ. ഹീറ്റ് സിങ്ക് കൂടെ വരുമ്പോൾ ഏകദേശം 100 രൂപ നമ്മൾ അഡീഷണലായിട്ട് പേ ചെയ്യേണ്ടതുണ്ട്. സ്റ്റീരിയോ ബോർഡ് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഹൈ ഫ്രീക്വൻസി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതായത് നല്ല ഷാർപ്പായിട്ടുള്ള സൗണ്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. മിഡ് ഫ്രീക്വൻസി സൗണ്ടും അത്യാവശ്യം ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ബേസ് അത്രയ്ക്ക് അങ്ങ് വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ യൂസ് ചെയ്ത സ്പീക്കറിൻ്റെ കുഴപ്പമാണോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ BT ബോർഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നേരിട്ട് ഓഡിയോ ഇൻപുട്ട് കൊടുത്താണ് ചെക്ക് ചെയ്തത്. ഓക്കെ, 4440 IC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നി. പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ BT ബോർഡ് വെച്ചാൽ ആ ഒരു പ്രശ്നമല്ല, അങ്ങനെ തോന്നിയത് ചിലപ്പോൾ മാറിയേക്കാം. ഓക്കെ, സെയിം IC വെച്ചിട്ടുള്ള ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ല റിസൾട്ടാണ് അന്ന് ഈ ഒരു ICന്ന് കിട്ടിയത്. അതുപോലെ അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 300 രൂപയിൽ താഴെയാണ്. ഇതും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഹീറ്റ് സിങ്ക് വേണം. ഓക്കെ, അഡീഷണലായിട്ടൊരു ഹീറ്റ് സിങ്ക് കൂടെ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ രണ്ട് ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് അങ്ങനെ വേറെ IC ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് തോന്നിയത് TDS 7377 IC ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഔട്ട്പുട്ട് പോലെയാണ് ഇതിൽ കിട്ടുന്നത്, എനിക്ക് തോന്നിയൊരു കാര്യം. ഓക്കെ, അതുപോലെ സബ്വൂഫർ ബോർഡാണെങ്കിൽ 4440 IC വെച്ച് വരുന്ന 12 വോൾട്ട് സബ്വൂഫർ ബോർഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഇതിൽ കിട്ടുന്നുണ്ട് എന്തായാലും. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.